ഹായ് സുന്ദരീസ്, ഇതാ കണ്ടോ, ഇതൊരു ഹെയർ സ്ട്രെയിറ്റ്നർ ആണ്. ചെറുതാണ് കേട്ടോ. കണ്ടപ്പോ തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത്. ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. ഇൻ കേസ് ഇത് വർക്ക്ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ഹാൻഡ് ബാഗിലൊക്കെ ഇടാനായിട്ട് അടിപൊളിയാണ്. ഇത് ചാർജ് ചെയ്യാനുള്ള ഒരു കേബിളും തന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഓപ്പൺ ആക്കുക. പിന്നെ ഇതാ താഴെ ഒരു ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. 140 ആണ് ഇപ്പൊ ടെമ്പറേച്ചർ കാണിക്കുന്നത്. 160 ഉണ്ട്, 180 ഉണ്ട്. 3 ടെമ്പറേച്ചേഴ്സിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം ചൂടാവുണ്ടോ നോക്കാനായിട്ട്. അപ്പൊ ഇതാ നമുക്കൊന്ന് ഈരി നോക്കാം കേട്ടോ. എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും ഹീറ്റ് വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഈശ്വര, മുടി ഒഴിയുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് നോക്കട്ടെ. ചെറിയൊരു ഷൈൻ ഒക്കെ ഉണ്ടല്ലേ. എന്റെ നോർമൽ ആയിട്ടുള്ള ബേബി ഹെയർ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒന്നും ഇത് എന്തായാലും സ്ട്രെയിറ്റ് ആക്കാൻ പോകുന്നില്ല. ഓൾറെഡി ട്രീറ്റഡ് ആയിട്ടുള്ള മുടിയാണെങ്കിൽ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഇത് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഈ റിവ്യൂലൊക്കെ കാണുന്ന പോലത്തെ റിസൾട്ട് എന്തായാലും ഉണ്ടെന്ന് തോന്നില്ല. അതെ, ഈ ഒരു ഡിഫറൻസ് കാണാല്ലേ, ചെറിയ ഡിഫറൻസ് അല്ലേ, പക്ഷെ എന്നാലും ഒരു ഒതുക്കുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ ഹീറ്റ് ഇല്ല, ചെറിയ രീതിയിൽ ഫ്രിസ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1800 രൂപ കൊടുത്ത് മേടിക്കാം. അതല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ പൈസ മുടക്കി നല്ലൊരു സ്ട്രെയിറ്റ്നർ മേടിക്കുന്നതായിരിക്കും നല്ലത്. ഇതാകുമ്പോൾ എന്താ വേറൊരു എനിക്ക് നെഗറ്റീവ് തോന്നണേന്ന് അറിയാം. മുടിയിൽ അങ്ങനെ സ്ട്രെയിറ്റൻ ആവാത്തത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെയും മുടിയിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കുറെ കൂടി നമ്മൾ മുടിനെ ഉപദ്രവിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഫ്ലോപ്പാണ്.